തുരുമ്പിച്ച സൈക്കിളും മാമൻ്റെ കറക്കവും. കുറേ നാളായുള്ള എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു സൈക്കിൾ പഠിക്കുക എന്നത്. ഒരു ദിവസം ഞാൻ ചെറിയ മാമനെ നോക്കി പതുക്കെ പറഞ്ഞു, എനിക്ക് സൈക്കിൾ പഠിക്കണം മാമ. മാമൻ എന്നെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് ചോദിച്ചു, അതിരിക്കട്ടെ, നിൻ്റെ കയ്യിൽ അതിനുള്ള പൈസയുണ്ടടാ. ഞാൻ ഒട്ടും മടിച്ചില്ല. പോക്കറ്റിൽ നിന്നും മടക്കി വെച്ചിരുന്ന ആ 5 രൂപയുടെ നോട്ടെടുത്ത് മാമന് കാണിച്ചു കൊടുത്തു. ഇതാ എൻ്റെ കയ്യിൽ പൈസയുണ്ട്. എൻ്റെ പൊക്കവും സൈക്കിളിൻ്റെ ഉയരവും മാമൻ ഒന്ന് ഓർത്തു നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ സൈക്കിളിൻ്റെ അത്ര പോലും ഇല്ലല്ലോടാ. നിനക്കെങ്ങനെയാ ഇത് പഠിക്കാൻ കഴിയുക? അതൊന്നും എനിക്കറിയില്ല. ആയിക്കോട്ടെ മാമ, എന്നെ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പഠിപ്പിച്ചതാ. ഞാൻ വിടാൻ ഭാവമില്ലായിരുന്നു. എൻ്റെ നിർബന്ധം കണ്ടപ്പോൾ മാമൻ ഒടുവിൽ സമ്മതിച്ചു. ശരി, വരും ഞായറാഴ്ചയാവട്ടെ. അങ്ങനെയതാ ഞാൻ ദിവസങ്ങൾ എണ്ണിക്കാത്തിരുന്നു. ആ ഞായറാഴ്ചയും എത്തിച്ചേർന്നു. രാവിലെ 10 മണിക്ക് തന്നെ കത്തലും രാവിലത്തെ ഭക്ഷണം കഴിച്ച് ഞാൻ റെഡിയായി. മാമൻ എന്നെയും കൂട്ടി നേരെ സൈക്കിൾ കട ലക്ഷ്യമാക്കി നടന്നു. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച, കടയിലെ സൈക്കിളുകളെല്ലാം തുരുമ്പ് പിടിച്ച് കിടക്കുന്നു. പീടിക കണ്ടാലും തോന്നും നല്ലോണം തുരുമ്പെടുത്തിട്ടുണ്ടെന്ന്. അതിലിരിക്കുന്ന ആളുടെ ഭാവം കണ്ടാലും അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. ഒരു സൈക്കിൾ നോക്കുമ്പോൾ അതിന് പെഡലില്ല, മറ്റൊന്നിന് പെഡലിൻ്റെ കട്ടയില്ല. ആകെ അലങ്കോലം. മാമൻ എൻ്റെ കയ്യിൽ നിന്നും ആ 5 രൂപ വാങ്ങി. കടക്കാരനോട് പറഞ്ഞു, 1 മണിക്കൂറത്തേക്ക് ഒരു സൈക്കിൾ വേണം. ദാ അവിടെ കിടക്കുന്നതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്തോളൂ. കടക്കാരൻ കൈ ചൂണ്ടി. മാമൻ അവിടെ കിടന്ന സൈക്കിളുകളുടെ ബ്രേക്കും സ്പീഡുമൊക്കെ ചവിട്ടി നോക്കി. ഒടുവിൽ ഒരെണ്ണം തിരഞ്ഞെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് മതി. സൈക്കിൾ കടക്കാരൻ സമയം നോക്കി. മാമനോട് പറഞ്ഞു, 10:45. എന്നിട്ട് അയാൾ ഒരു ബുക്കിൽ പേനയുടെ കുഴൽ കൊണ്ട് എഴുതി വെച്ചു. മാമൻ എന്നെ സൈക്കിളിൻ്റെ പിന്നിലിരുത്തി വണ്ടി ചവിട്ടി തുടങ്ങി. നേരെ മക്കിത്തൊട്ടിയിലേക്കാണ് പോയത്. മാമൻ സൈക്കിൾ ഓടിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. മാമന് തന്നെ പെഡൽ നേരെ എത്തുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലഞ്ഞാണ് മൂപ്പര് ചവിട്ടുന്നത്. അവിടെ എത്തിയപ്പോൾ എന്നോട് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങിയ ഉടനെ മാമൻ പറയുകയാണ്, ഞാൻ ഇതൊന്ന് ഓടിച്ചു നോക്കട്ടെ, വണ്ടിക്ക് വല്ല കംപ്ലൈൻറ്റും ഉണ്ടോ എന്ന് അറിയാമല്ലോ. ഞാൻ മനസ്സിൽ വിചാരിച്ചു, അവിടുന്ന് ഇവിടം വരെ ഉന്തിക്കൊണ്ടാണോ മനുഷ്യൻ വന്നത്? മാമൻ 1 അല്ല 2 അല്ല 3 റൗണ്ട് അടിച്ചുകൊണ്ട് അങ്ങനെ പോവുകയാണ്. ഞാൻ ദയനീയമായി നോക്കിക്കൊണ്ട് ചോദിച്ചു, മാമ എന്നെ പഠിപ്പിക്കുന്നില്ലേ? ഇതാ 1 റൗണ്ട് കൂടി അടിച്ചിട്ട് ഞാൻ വരാം, മാമൻ വിളിച്ചു പറഞ്ഞു. ഒടുവിൽ മാമൻ വന്നിറങ്ങി. സൈക്കിൾ സ്റ്റാൻഡിൽ വെച്ചിട്ട് എന്നോട് കയറാൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ കാലൊട്ടും എത്തുന്നില്ല. അപ്പോൾ മാമൻ പറഞ്ഞു, എടാ, സീറ്റിൽ ഇരിക്കാനല്ല, സൈക്കിളിൻ്റെ ആ ബാറിനടിയിൽ കാലിട്ട് ചവിട്ടാനാണ് പറഞ്ഞത്. ഞാൻ ആ കമ്പിക്കടിയിലൂടെ അപ്പുറവും ഇപ്പുറവും കാലിട്ട് ചവിട്ടാൻ തുടങ്ങി. തുടക്കമല്ലേ, ഇടയ്ക്കിടയ്ക്ക് പെടലിൽ നിന്നും കാൽ പോകുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മാമൻ പറഞ്ഞു, നീ ഒന്ന് ഇറങ്ങിക്കേ. എന്നിട്ട് മാമൻ സൈക്കിൾ കുറച്ച് ഉയരമുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് നിർത്തി. വണ്ടിയെക്കുറിച്ച് വലിയ ഗ്ലാസ് തന്നെ തുടങ്ങി. ഇതാണ് സൈക്കിൾ, ഇതാണ് ഇതിൻ്റെ ബ്രേക്ക്, ഇത് ഹെഡ്ലൈറ്റ്. ഞാൻ മനസ്സിലോർത്തു, ഈ മാമൻ ഇത് എന്തൊക്കെയാ പറയുന്നത്? ഇത് സൈക്കിളാണെന്ന് എനിക്ക് മുൻപേ അറിയില്ലേ? 2 കാലും അപ്പുറവും ഇപ്പുറവും വിട്ടു നിൽക്ക്, മാമൻ എന്നോട് ആവശ്യപ്പെട്ടു. വീഴാതിരിക്കാൻ മാമൻ സൈക്കിൾ നല്ലവണ്ണം മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഹാൻഡിലിൽ പിടിച്ച് പെഡലിൽ കാലൂന്നി നിന്നു. താഴോട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും നോക്കരുത്, നേരെ നോക്കണം, ദൂരേക്ക് നോക്കണം, മാമൻ കർശനമായി പറഞ്ഞു. ഞാൻ അനുസരണയോടെ തലയാട്ടി. ഇനി പെഡലിൽ ചവിട്ടിക്കോ. മാമൻ എന്നെ പതുക്കെ പിടിച്ചുകൊണ്ട് സൈക്കിളിനൊപ്പം തള്ളി നടക്കാൻ തുടങ്ങി. ഞാൻ ചവിട്ടുമ്പോൾ പെഡലിൽ നിന്നും കാല് തെന്നിമാറുന്നുണ്ടായിരുന്നു. അറിയാതെ ഞാൻ താഴേക്ക് ആ പെഡലിലേക്ക് തന്നെ നോക്കരുത്, നേരെ നോക്കാനല്ല പറഞ്ഞത്, മാമൻ കുറേ തവണ പറഞ്ഞു. പക്ഷേ എനിക്ക് താഴേക്ക് നോക്കാതിരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഒടുവിൽ മാമൻ ദേഷ്യം വന്നു. എൻ്റെ പുറത്ത് ഒരു കൊട്ട് തന്നു. നിന്നോട് നേരെ നോക്കാനല്ലടാ പറഞ്ഞത്. ആ കൊട്ട് കിട്ടിയതോടെ എൻ്റെ ശ്രദ്ധ പാടെ തെറ്റി. ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഈശ്വര, ഞാൻ ആരുടെ കൂടെയാണോ ഈ വന്നത്? നല്ല കത്തുന്ന വെയിലായിരുന്നു. പോരാത്തതിന് എന്നെയും പിടിച്ച് സൈക്കിളിന് പുറകെയുള്ള ആ ഓട്ടവും. മാമൻ നന്നായി വിറക്കുന്നുണ്ടായിരുന്നു. കൂടെ ഓടി ഓടി മാമൻ തളർന്നു. ഞാനും തളർന്നു. കുറേ നേരം മാമൻ സൈക്കിൾ പിടിച്ചു തന്നെ എന്നെക്കൊണ്ട് ഓടിച്ചു. പിന്നീട് പതുക്കെ പതുക്കെ മൂപ്പർ കൈവിടാൻ തുടങ്ങി. മാമൻ കൈവിട്ടതും ഞാൻ സൈക്കിളും കൊണ്ട് എവിടെയെങ്കിലും ചെന്ന് ദും എന്ന് വീഴും. അപ്പോഴേക്കും മാമൻ ഓടി വന്ന് സൈക്കിൾ പൊക്കി എന്നെ എഴുന്നേൽപ്പിക്കും. സങ്കടത്തോടെ ഞാൻ മാമനെ നോക്കുമ്പോൾ മൂപ്പർ പറയും, അങ്ങനെ വീണാലോ ശരിക്ക് സൈക്കിൾ പഠിക്കൂ. ഞങ്ങളൊക്കെ എത്ര വട്ടമാണ് വീണിട്ടുള്ളത്. അങ്ങനെ കുറേശ്ശെ കൈവിട്ടുകൊണ്ട് എന്നെ സൈക്കിൾ ഓടിക്കുവാൻ പഠിപ്പിച്ചു. പിന്നീട് കുറച്ച് ദൂരമൊക്കെ ഞാൻ പോകും, എന്നിട്ട് മാത്രമേ വീഴും. ഒറ്റക്കോടിക്കാൻ കുറച്ചൊക്കെ പഠിച്ചു. സമയം പോയത് അറിഞ്ഞില്ല. മാമൻ പെട്ടെന്ന് വന്ന് പറഞ്ഞു, ഇന്ന് ഇത്രയും മതി, ഇനി ഇറങ്ങിക്കോ. ഞാൻ ഇറങ്ങിയതും മാമൻ പറഞ്ഞു, ഇതാ നോക്കിക്കോ ഞാൻ ഓടിക്കുന്നത്. മാമൻ സൈക്കിളിൽ കയറി 2 കൈയും വിട്ടാണ് ഓടിക്കുന്നത്. ഞാൻ അത്ഭുതത്തോടെ നോക്കി നിന്നു പോയി. വാ, ഇനി സൈക്കിൾ കൊടുത്തിട്ട് വരാം. മാമൻ്റെ പുറകിലിരുന്ന് ഞാൻ വീണ്ടും സൈക്കിൾ കടയിലേക്ക്. അവിടെ എത്തിയപ്പോൾ കടയുടമ പറഞ്ഞു, ഇനിയും 5 മിനിറ്റ് ബാക്കിയുണ്ടല്ലോ. മാമൻ എന്നെ താഴെ നിർത്തിയിട്ട് പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്, ഞാൻ ഒരു വട്ടം കൂടി ഓടിച്ചിട്ട് വരാം.
ആ 5 മിനിറ്റ് പോലും മുതലാക്കി മാമൻ ഒരു റൗണ്ട് കൂടി അടിച്ച് തിരിച്ചു വന്നു. സൈക്കിൾ തിരികെ ഏൽപ്പിച്ച് മാമൻ 5 രൂപ നീട്ടി. പക്ഷേ കടക്കാരൻ ചില്ലറ വേണം. അപ്പോൾ മാമൻ പറഞ്ഞു, എൻ്റെ കയ്യിലും ചില്ലറയില്ല. ഒടുവിൽ കടക്കാരൻ ആ 5 രൂപ വാങ്ങി പെട്ടിയിൽ നിന്നും ചില്ലറ പൈസയൊക്കെ പൊറുക്കി എണ്ണിത്തന്നു. വാടകയായ 50 പൈസ എടുത്തിട്ട് ബാക്കി 4.5 രൂപ തിരിച്ചു തന്നു. തിരിച്ചു നടക്കുമ്പോൾ മാമൻ ആ ചില്ലറ പൈസയെല്ലാം എൻ്റെ കയ്യിലേക്ക് തന്നു. ചില്ലറ തുട്ടുകൾ കണ്ടപ്പോൾ എനിക്ക് വിഷമമായി. ഞാൻ മാമനോട് പറഞ്ഞു, മാമ എനിക്ക് നോട്ട് വേണം, ചില്ലറ പൈസയൊന്നും വേണ്ട. അതിന് മാമൻ തന്ന മറുപടി ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാനിപ്പോൾ നിനക്ക് നോട്ടുണ്ടാക്കി തരാം, മിണ്ടാതെ വേഗം നടക്കുന്നുണ്ടോ ഇവിടുന്ന്. ഒരു ചിരിയോടെ മാമൻ്റെ കൂടെ വീട്ടിലേക്ക് നടക്കുമ്പോൾ മനസ്സിൽ അടുത്ത ഞായറാഴ്ച വീഴാൻ പോകുന്ന വീഴ്ചകളെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു. ശുഭം.